ആലപ്പുഴ തണ്ണീർമുക്കത്തെ റിസോർട്ടിൽ നടന്ന യോഗത്തിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഉദ്യോഗസ്ഥരടക്കം 34 പേരാണ് പങ്കെടുത്തത്. 30,000 രൂപ വരെ ദിവസവാടകയുള്ള 22 മുറികൾ ഇവർക്കായി റിസോർട്ടിൽ ബുക്ക് ചെയ്തിരുന്നു. ഉദ്യോഗസ്ഥ സംഘം യോഗത്തിനായി കഴിഞ്ഞ ദിവസം തന്നെ റിസോർട്ടിൽ എത്തി. ഇന്ന് രാവിലെ ആരംഭിച്ച ഉദ്യോഗസ്ഥതല ചർച്ച ഉച്ചയ്ക്ക് മുൻപ് തന്നെ പൂർത്തിയാവുകയും ചെയ്തു. തുടർന്നാണ് വിരുന്നു സൽക്കാരവും ഹൗസ് ബോട്ട് യാത്ര അടക്കമുള്ള വിനോദങ്ങളും ഇവർക്കായി ഒരുക്കിയിരുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചേരാനുള്ള സൗകര്യം പരിഗണിച്ചാണ് തമിഴ്നാട് അതിർത്തിയായ പാലക്കാട് നിന്നും യോഗം ആലപ്പുഴയിലേക്ക് മാറ്റിയതെന്ന് കേരള ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ AP ബാലൻ പറഞ്ഞു. ഓരോ സ്ഥലത്തും സൗകര്യം ഇപ്രാവശ്യം ഇവിടെ ആലപ്പുഴ എന്നുള്ളത് പിന്നെ നമുക്ക് ISW ചീഫ് എഞ്ചിനീയർ അവരിപ്പോൾ അസംബ്ലിയെല്ലാം നടക്കുവാണ്. ട്രിവാൻഡ്രത്ത് എപ്പോഴും ഫുൾ ടൈം ആവശ്യമുള്ളതാണ്. അപ്പോൾ അവർക്ക് ഒരു 2-3 മണി യാത്ര ചെയ്താൽ ഇവിടെ വരാൻ പറ്റും എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലേക്കും ഇവിടെ വരാൻ സൗകര്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ അതിനൊരു ക്രൈറ്റീരിയ ഒന്നുമില്ല എവിടെ വെച്ച് നടത്തുക എന്നുള്ളത്. എല്ലാ വർഷവും തമിഴ്നാട് നടത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു വെന്യൂ പറയും, നമ്മൾ പോകുന്നു. നമ്മൾ ഓരോ വർഷം പറയും ചെയ്യുമ്പോൾ ഒരു വെന്യൂ പറയുന്നു. എല്ലാവരുടെ സൗകര്യം അനുസരിച്ച് നടത്തുന്നു മാത്രം. കാലങ്ങളായി കേരള തമിഴ്നാട് ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന ചർച്ചകൾക്ക് ലക്ഷങ്ങളാണ് സർക്കാർ ഖജനാവിൽ നിന്ന് ചിലവിടുന്നത്. സംഭവം വിവാദമായതോടെ ഹൗസ് ബോട്ട് യാത്ര റദ്ദാക്കി ഉദ്യോഗസ്ഥ സംഘം മടങ്ങി. മീഡിയ 1 ആലപ്പുഴ.